ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മറവി കാരണം അബദ്ധം പറ്റിപ്പോയ ഒരു ഓർഡറിനെ പറ്റിയാണ്. 800 കേസിന്റെ ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ 3 മാസം മുമ്പ് എനിക്ക് കിട്ടിയതാണ്. കറക്റ്റായി ഡേറ്റ് നോട്ട് ചെയ്ത് വയ്ക്കാൻ മറന്നുകൊണ്ട് തന്നെ ഓർഡർ കൊടുക്കുന്നതിന് 6 ദിവസം മുമ്പ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയോ ചെയ്ത് തീർത്തല്ല, ഞാനും അനിയത്തിയും അമ്മയും കൂടെ ഇത് ചെയ്തു തീർത്തത്. ഇനി ഓർഡറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഓർഡർ തന്ന ചേച്ചി എനിക്ക് ഇതിന് മുമ്പ് ഒരുപാട് ഓർഡറുകൾ തന്നിട്ടുണ്ട്. ഇത് പുള്ളിക്കാരിയുടെ ബ്രദറിന്റെ മാരേജിന് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കീ ചെയിനുകളായിരുന്നു. പുള്ളിക്കാരി ഒരുപാട് ഇഷ്ടമായി. അത് കേട്ടപ്പോൾ എനിക്കും നല്ല സന്തോഷമായി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നെ അറിയാവുന്ന എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, ഞാൻ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല, ഇത്രയൊക്കെ പഠിച്ചത് വീട്ടിൽ തന്നെ ഇരിക്കാനാണെന്നുള്ളത്. സത്യത്തിൽ അടുത്തടുത്തായിട്ട് നടന്ന കുറച്ച് സർജറിയുടെയും അതുപോലെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് ഞാൻ 1.5 വർഷമായിട്ട് ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടത് ഞാനല്ലേ. ഞാൻ ഹെൽത്തി ആയിട്ടിരുന്നാലല്ലേ എൻ്റെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. ആദ്യമൊക്കെ എനിക്ക് നല്ല വിഷമമായിരുന്നു. BSc നഴ്സായി ഞാൻ ഇത്രയും പഠിച്ചത് ഇങ്ങനെ വീട്ടിലിരിക്കാനാണോ, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അതൊക്കെ ഒരു നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ്. കാരണം ആ ജോലിയിൽ എനിക്ക് ഒരു മാസം കിട്ടുന്ന സാലറിയുടെ ഒരു 4 ഇരട്ടി ഞാൻ ഒരു 3-4 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഫാമിലി ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചെയ്താൽ മതി. ബൈ. കണ്ണീരില്ലാത്ത നാളിലെത്തണം, പൂജ്യത്തിൽ നിന്ന് മുന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ.